ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. UDF-ന്റെയും കോൺഗ്രസിന്റെയും ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കുന്നതാണ് ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ പോയ സംഘത്തിൽപ്പെട്ടവർ തന്നെ ഇപ്പോൾ പറയുകയാണ്, കേരള നേതാക്കൾക്ക് അതിൽ പങ്കില്ല ഈ സന്ദർശനം തരപ്പെടുത്തിയതിൽ. പിന്നെ ഏത് നേതാക്കന്മാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വമെന്ന് വ്യക്തമാക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ തരപ്പെടുത്തിയ അനുസരിച്ചാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയതെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് വാങ്ങിയവരും കൊടുത്തവരും സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് ഈ 2 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ കണക്കും ഏത് നിലയ്ക്കാണ് ഈ കാശ് വാങ്ങിയത്, അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ചെറിയ സാമ്പത്തിക തിരിമറികൾ ഉള്ളപ്പോൾ പോലും ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് എങ്ങനെ, അല്ലെങ്കിൽ CPM-നെതിരായിട്ട് എങ്ങനെ അത് വളച്ചൊടിച്ചു വിടാം എന്ന് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുണ്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് അങ്ങേറ്റം ഗൗരവമുള്ള വിഷയമാണ്. പൊതുപ്രവർത്തകർ പുലർത്തേണ്ട സുതാര്യതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം ഇടപാടിൽ കോൺഗ്രസിന്റെ ക്രിമിനൽ മുഖമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. (2019) ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി NM രാജുവിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. MP തന്നെ ഇത് ഭാഗികമായി സംഭവിച്ചിട്ടുണ്ട്. ഈ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണം. ഇത് ചെറിയ രൂപയൊന്നുമല്ല, വലിയ തുകയാണ് വാങ്ങിയിരിക്കുന്നത്.